ശോഭ ശോഭ ആരാണ് ശോഭ എന്നൊരു പിടിയില്ല. കുറെ നേരെ ആ വീട്ടിൽ കേൾക്കുന്നത്. എവിടെയും വയ്യോ ശാബ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനസ്സിലായില്ല. ഓക്കെ, എന്തായാലും നമ്മുടെ ബോച്ചയ്ക്ക് ഒരു സല്യൂട്ട് കൊടുക്കാം. ഒരു പെൺകുട്ടിയുടെ ലൈഫിൽ ഒരു വലിയൊരു അച്ചീവ്മെന്റ് ഉണ്ടാക്കി കൊടുക്കാൻ അദ്ദേഹത്തിനോട് കഴിഞ്ഞു. ഇത്രയും നാള് ഓരോ നടിമാരായിരുന്നു ഉദ്ഘാടനത്തിന് വന്നിരുന്നത്. അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല ആളുകളും ഹണി റോസിന് കിട്ടിയ പണി എന്നൊക്കെ കമന്റ് ഇടുന്നുണ്ട്. അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ അങ്ങനെ ചിന്തിക്കട്ടെ. ഇതിപ്പോ ഏതൊരു സ്ത്രീക്കും ഇപ്പൊ ഒരാൾ പറയുന്ന ഡബിൾ മീനിങ് ഒക്കെ കേട്ട് സഹിച്ച് നിൽക്കാൻ തോന്നണം നിർബന്ധമൊന്നുമില്ലല്ലോ. താല്പര്യമില്ലാത്ത ആളുകൾ പോവും, കേസ് കൊടുത്തു, അതിന്റെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതല്ലല്ല വിഷയം. പക്ഷെ എന്നാലും അവിടെ വന്ന് വെറുതെ അനാവശ്യമായിട്ട് പറയുന്നു എന്നുള്ളതാണ്. കുംഭമേളയിൽ ജീവിതം രക്ഷപ്പെട്ട ഒരേ ഒരു വ്യക്തി അത് ഈ മൊണാലിസയാണ്. ഒരുപാട് ആളുകൾ സ്നാനം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു പെൺകുട്ടിയുടെ തലവര ആ കുംഭമേളയിൽ അങ്ങോട്ട് തിളങ്ങി. മറ്റാർക്കെങ്കിലും എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ എനിക്കറിയില്ല. വൈറലായതുകൊണ്ട് തന്നെ പെൺകുട്ടിയുടെ ലൈഫ് അടിപൊളിയായി. കുപ്പത്തൊട്ടിയിലെ മാണിക്യം എന്നൊക്കെയാണ് പല ആളുകളും പറഞ്ഞത്. അതേപോലെ തന്നെ വെള്ളാരം കണ്ണുള്ള പെൺകുട്ടി എന്നൊക്കെ മലയാളത്തിലും വലിയ രീതിയിൽ പൊലിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മാല വെക്കാൻ പോയ പെൺകുട്ടി അങ്ങ് വൈറലായി. ഞാൻ ആ കഥ പറയാൻ നിൽക്കുന്നില്ല, എല്ലാവർക്കും അറിയാൻ വെറുപ്പിക്കണ്ട. നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ബോച്ച എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യന്റെ കടയുടെ ഉദ്ഘാടനത്തിന് മൊണാലിസ എന്ന വൈറൽ പെൺകുട്ടിയെ വിളിച്ചു കൊണ്ടുവരുന്നു. ഒരുപക്ഷെ ആ കുട്ടിയുടെ ആദ്യ ഉദ്ഘാടനമാണ് ഇവിടെ നടന്നത്. വലിയ രീതിയിൽ പെൺകുട്ടിക്ക് വീണ്ടും സ്വീകാര്യത ലഭിക്കുന്നു എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. ഒരുപക്ഷെ ഏതോ ഒരു സിനിമയിൽ അവർക്ക് ചാൻസ് കിട്ടിയിട്ടുണ്ട്. അതിനെക്കുറിച്ചൊരു കാര്യത്തിൽ പറയാനുണ്ട്. എന്തായാലും ആദ്യം നമുക്ക് ബോച്ച റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു കാര്യം തന്നെ സംസാരിക്കാം. पूरा दुनिया इंतजार कर रही है आपके लिए। मैं अरे मलयालम बोलता है क्या? अरे आपको मूवी में हीरोइन बन जाएगा। सब ठीक. ഓക്കെ, മലയാളമൊക്കെ തൊട്ടടുത്ത് ആരെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇവരുടെ രക്ഷിതാക്കളുടെ കൂടെ അല്ല ഈ പെൺകുട്ടി വന്നിട്ടുള്ളതെന്നാണ് തോന്നുന്നത്. രക്ഷിതാക്കളെന്ന് എവിടെയും കണ്ടിട്ടില്ല. പിന്നെ തൊട്ടടുത്ത് നിൽക്കുന്ന ആ ഒരു സ്ത്രീയാണ് ഈ കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുത്തിട്ടുള്ളത് തോന്നുന്നു. അതുകൂടാതെ സിനിമയുടെ സംവിധായകന്റെ കൂടെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ അതിലൊക്കെ ചെറിയൊരു പ്രോബ്ലംസ് ഒക്കെ ആളുകൾ കമന്റ് ഇടുന്നുണ്ട്. മലയാളികളല്ല കമന്റ് ഇടുന്നത്, ഹിന്ദിക്കാരാണ്. അവരുടെ ഒഫീഷ്യൽ പേജിൽ ഇട്ടപ്പോൾ അവർക്ക് കിട്ടിയ കമന്റുകളാണ്. നമുക്കത് പരിശോധിച്ച് നോക്കേണ്ട കാര്യങ്ങളുണ്ട്. നമുക്കത് പരിശോധിക്കുക തന്നെ ചെയ്യണം. ഓക്കെ, അപ്പൊ മറ്റുള്ള നടീനടന്മാരെയൊക്കെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് ബോച്ച ചെയ്ത ഈ ഒരു കാര്യം അഭിനന്ദനം അർഹിക്കുന്ന കാര്യം തന്നെയാണ്. മുന്നേ തന്നെ അദ്ദേഹം ഇത്തരം കാര്യങ്ങളായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. പാവങ്ങളെയൊക്കെ സഹായിക്കുന്ന ഒരു പരിപാടി തന്നെ ഇതിലൂടെയും ചെയ്തിരുന്നെങ്കിൽ ഇത്രയും നാള് ഈ ഒരു സ്ത്രീകളോടുള്ള ഡബിൾ മീനിങ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ അവസാനിപ്പിക്കാനും കഴിയുമായിരുന്നു. അതിലൂടെയൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ പേര് വീണ്ടും ഉയരുന്നേനെ അല്ലെ. ഇപ്പോഴും ഡബിൾ മീനിങ് പറഞ്ഞ കാര്യങ്ങളോടൊക്കെ ന്യായീകരിച്ചുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾ കമന്റ് ബോക്സിൽ വരാറുണ്ട്. അവർക്കൊക്കെ എന്തിന്റെ ഇതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സ്വന്തം വീട്ടിലെ അമ്മയും പെങ്ങന്മാരെയൊക്കെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ആവും അവർക്കൊക്കെ അത് തോന്നുക. തിന്മ ചെയ്യുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കണം, നന്മ ചെയ്യുമ്പോഴും ചൂണ്ടിക്കാണിക്കണം. നന്മകളും ചൂണ്ടിക്കാണിക്കാറുണ്ട്, തിന്മകളും ചൂണ്ടിക്കാണിക്കാറുണ്ട്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. ഈ പെൺകുട്ടി എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ പെൺകുട്ടി ആകെ അമ്പരന്ന് പോയി എന്നുള്ള അത്രയധികം മീഡിയാസാ കണ്ടില്ല. മാസ്ക് ഒക്കെ ഇട്ടിട്ട് കണ്ണാടൊക്കെ ഇട്ട് വരേണ്ട അവസ്ഥയും. ഡാഡി അവരുടെ അച്ഛനാണല്ലോ അത്. ഓക്കെ, അവരുടെ ഡാഡിയും ആളുകളൊക്കെ കൂടെ തന്നെ ഉണ്ട്. അതിനുശേഷം ഒരു പത്രസമ്മേളനം വിളിച്ചപ്പോൾ അവരിതിനെ കുറിച്ച് കുറച്ച് സംസാരിക്കുന്നുണ്ട്. അതിൽ ബോച്ച ഇടക്ക് ചെറിയ എന്തോ പട്ടത്തരം പറയുന്നതും കണ്ടിട്ടുണ്ട് കേട്ടോ. ഫാദർ മദർ കച്ചവടം വിട്ടുള്ള കളിയില്ല, അത് പാരന്റ്സ് എപ്പോഴും നടത്തുന്നുണ്ട്. ഇനിയിപ്പോ പോകുമ്പോ ആൾക്കാര് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. മാലയമേലിക്കല്ല ഇപ്പൊ നോട്ടം. ഇതുവരെ മാലയായിരുന്നു നോക്കിയിരുന്നു, ഇപ്പൊ മാലയിലേക്ക് നോക്കുന്നില്ല. കണ്ടില്ലേ, അത് വൈറലായ ഒരു പെൺകുട്ടി ആയതുകൊണ്ട് അവരെ ആളുകൾ നോക്കുന്നു എന്നൊരു സാധനമാണ്. മാല വെക്കാൻ വീട്ടുകാർ പോക്കുണ്ട്, എനിക്ക് പോകാൻ കഴിയുന്നില്ല കാരണം ആളുകൾ പരിശാനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, അത് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അതിനിടയിൽ അദ്ദേഹം ചെറുതായിട്ടൊന്ന് കൊട്ടിയതാണേ. ഇത്രയും വർഷങ്ങളായിട്ട് രാജസ്ഥാനിൽ അവിടെ ഇവിടെയൊക്കെ റോഡ് സൈഡിലൂടെയൊക്കെ പോയി കച്ചവടം ചെയ്തു. ഈ മാണിക്യക്കല്ല് കുംഭമേളയിൽ വെച്ചിട്ടാണ് മനസ്സിലായത്, ഇതിന്റെ തിളക്കം പിടികിട്ടിയത്. ആ തിളക്കം കണ്ടിട്ടാണ് ഞാൻ നേരെ കേരളത്തിലേക്ക് എത്തിച്ചത്. തീർച്ചയായിട്ടും നിങ്ങളാ ചെയ്ത കാര്യം വളരെ നല്ലൊരു കാര്യമാണ്. ഇനിയും ആ ഒരു പെൺകുട്ടിക്ക് ഒരുപാട് ഉദ്ഘാടനങ്ങൾ കിട്ടട്ടെ. അത്രയും കഷ്ടപ്പെട്ടിട്ട് റോഡ് സൈഡിലൊക്കെ കിടന്നുറങ്ങിയിട്ടാണ് ഈ കച്ചവടം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വന്തം നാട്ടിൽ ജീവിക്കാൻ വലിയ വകുപ്പൊന്നുമില്ല, കേരളത്തെ പോലെ ഒന്നുമല്ല.
അവിടെ പിച്ച തെണ്ടി കണ്ട് നടക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ മാലയും കാര്യങ്ങളൊക്കെ വിറ്റ് ഓരോ സംസ്ഥാനങ്ങളിൽ നടക്കുന്നുണ്ട്. കുംഭമേളയിൽ എത്തുന്നു. കുംഭമേളയിൽ അവർക്ക് യഥാർത്ഥത്തിൽ ദൈവവിളി വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആ പെൺകുട്ടിക്ക് മാത്രമേ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. മറ്റുള്ള ആളുകളൊക്കെ പോയിട്ട് ആ വെള്ളത്തിൽ പൊങ്ങി പൊന്തുന്നതിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ തരുന്നുണ്ട്. കുറെ ആളുകൾ വെള്ളത്തിൽ പോകുന്നു, കുറെ ആൾക്കാർ അപ്പുറത്തുനിന്ന് തൂറുന്നു. പിന്നെ വൃത്തിയുടെ ഒരു കാര്യമില്ല. അസുഖങ്ങൾ വല്ലതും വരുമോ എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു അമീബിക് ജ്വരം എന്നുള്ള സാധനം ഉണ്ടല്ലോ, അതൊക്കെ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അത്ര വൃത്തിഹീനമായ വെള്ളമാണ്. VIP കൾക്കാണെന്നുണ്ടെങ്കിൽ ബോട്ടിലൊക്കെ പോയി കുറച്ചുകൂടെ അപ്പുറത്ത് പോയി നല്ല വൃത്തിയുള്ള വെള്ളത്തിൽ അവർക്ക് മുങ്ങി നിവരാനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പൊ ഇരട്ടത്താപ്പും അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, എന്താണെങ്കിലും ഈ ഒരു പെൺകുട്ടിക്ക് അന്നത്തെ ആ വീഡിയോ വൈറലായതുകൊണ്ട് ആ വീഡിയോഗ്രാഫറെ ഈ പെൺകുട്ടി ഇപ്പൊ നമിക്കണം. അവര് യഥാർത്ഥത്തിൽ ഭഗവാന്റെ രൂപത്തിൽ വന്ന കുട്ടിയെ സംരക്ഷിച്ചു എന്നുള്ളതാണ്. ഒരുപാട് ആളുകൾ വീഡിയോ എടുത്ത് പിന്നാലെ നടന്ന് ശല്യം ചെയ്ത് തിരിച്ചു പോകേണ്ടി വന്നാൽ പോലും അവർക്ക് അവസരങ്ങൾ കിട്ടുന്നു അല്ലെ, സിനിമയിൽ ചാൻസ് കിട്ടുന്നു. ഇതാ ബോബി ചെമ്മയുടെ ഒരു സ്വർണ്ണക്കടൽ കാണത്തിന് വരുന്നു, ഇതും വൈറലാവും. എല്ലാ ഇടങ്ങളിലും ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യും. പെൺകുട്ടിക്ക് വീണ്ടും അവസരങ്ങൾ കിട്ടും, നല്ല കാര്യമാണ്. ഇനി നമ്മുടെ ബോച്ചയ്ക്ക് കുംഭമേളത്തിൽ പോകാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത്രേ, അതിനെ കുറിച്ച് പറയുന്നുണ്ട്. കുംഭമേളയ്ക്ക് പോകണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ്. കാരണം അവിടെ മഹർഷിമാര് ഇരുന്ന് പറക്കുക, പിന്നെ അങ്ങനെ പല കഴിവുകളും നമ്മളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരുപാട് കഴിവുള്ള ആൾക്കാരുണ്ട് അവിടെ. അപ്പൊ അവർക്കൊന്ന് കണ്ടിട്ട് നമുക്ക് അതിൽ നിന്ന് വല്ല അടിച്ചു മാറ്റാൻ പറ്റുമോ എന്നൊക്കെ അറിയാനും പഠിക്കാൻ റിസർച്ച് ചെയ്യാനൊക്കെ ആയിട്ട് ഞാൻ പോവാനിരിക്കുകയായിരുന്നു. പോവാനിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം വൈറലായിട്ട് കാണുന്നത്. അപ്പൊ എനിക്ക് തോന്നി പോണതിലും മുമ്പ് ഈ വൈറൽ ഡയമണ്ടിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം എന്ന് വെച്ചിട്ട്, കുറച്ച് കച്ചവടം നമുക്ക് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. മാത്രമല്ല ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നേക്കാൾ ഉപരിയായിട്ട് സംസാരിച്ച് നോക്കിയപ്പോൾ വളരെ സിമ്പിളാണ്. പിന്നെ എനിക്ക് തോന്നി എന്തുകൊണ്ടും വളരെ വളരെ കഴിവില്ലാത്ത വളരെ സിമ്പിൾ ഫാമിലി, പാവപ്പെട്ടതാണ്. അങ്ങനെ ഒരാളെ ഇങ്ങനത്തെ ഒരു ഇതിൽ കൊണ്ടുവരുമ്പോൾ നമുക്കും മാത്രമല്ല ആൾക്കും ഒരു ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ്. ഇനി ഇതിന് ശേഷം ഒരുപാട് പേര് വിളിക്കും. അപ്പൊ എന്തുകൊണ്ടും അർഹിക്കുന്നു എന്ന് എനിക്ക് തോന്നി. വളരെ സിമ്പിൾ ആൻഡ് ഹംബിൾ എന്നുള്ളതാണ്. വളരെ നല്ല പെരുമാറ്റവും കാര്യങ്ങളും, ഒരു ജാടയില്ല. വിളിച്ചപ്പോഴൊക്കെ മറ്റുള്ള ഒരു അങ്ങനത്തെ ഒരു ജാടയില്ല. അപ്പൊ അതൊക്കെ വളരെ അട്രാക്ട് ചെയ്തു. ഉടനെ ഞാൻ പറഞ്ഞു അറ്റ് എനി കോസ്റ്റ് ആളെ ഇവിടെ കൊണ്ടുവരണം. അങ്ങനെയാണ് അതിന്റെ ഒരു തുടക്കം. അതെന്തായാലും നല്ലൊരു കാര്യമായി. ഇവിടെ ഒരുപാട് സിനിമാ നടിമാർക്ക് ഓൾറെഡി അത്യാവശ്യം നല്ല വരുമാനമുണ്ട് അല്ല, അത്യാവശ്യം പൈസ ഉണ്ടാക്കുന്ന ആളുകളെ തന്നെയാണ് നിങ്ങൾ വിളിച്ചു കൊണ്ടുവരുന്നതും. അവർക്ക് ഇഷ്ടമില്ലാത്ത കുറെ കാര്യങ്ങൾ വിളിച്ച് പറയുന്നത് ചില ആളുകൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പൈസയും വാങ്ങിയിട്ട് ഉദ്ഘാടനത്തിന് വരുന്നുണ്ട്. അതിന്റെ ഒന്നും പ്രശ്നമില്ലല്ലോ. ഈ പെൺകുട്ടിക്ക് നിങ്ങളുടെ ഭാഷ അറിയില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് പറയും ചെയ്യാം. പറയണമെങ്കിൽ ഇവർക്ക് അത്ര വലിയ പൈസ ചെലവില്ല, അവർ രക്ഷപ്പെടും എന്നുള്ള കാര്യമൊക്കെ നല്ല കാര്യമാണ്. പിന്നെ കുംഭമേളയിലെ ഏത് സന്യാസിമാരെ പറന്നുപോയി അത് മനസ്സിലായില്ല. കുറെ ആളുകൾക്ക് പറക്കാനുള്ള കഴിവൊക്കെ ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം ഏത് മാജിക് ഷോ കണ്ടിട്ടാണ് അതിനെക്കുറിച്ച് പറഞ്ഞത് എനിക്ക് ഇപ്പോഴൊരു പിടുത്തം കിട്ടുന്നില്ല. അത് മാത്രമാണ് എനിക്കൊരു ദഹിക്കാതിരുന്നത്. അത് എന്ത് പരിപാടിയാണേ എനിക്കത് മനസ്സിലാവുന്നില്ലടോ. ഓക്കെ, തുടരാം. ഇനിയിപ്പോ ആള് ഞാൻ ഈ കഥ പറഞ്ഞു, ഞാൻ കുംഭമേളയ്ക്ക് പോകാൻ തയ്യാറെടുക്കുമ്പോഴാണ് ഇങ്ങനെ സംഭവം എന്ന് പറഞ്ഞപ്പോൾ ആളെ എന്നെ ക്ഷണിച്ചു. നമുക്ക് ഒരുമിച്ച് കുംഭമേള പോവാന്ന് പറഞ്ഞു. പക്ഷെ കുംഭമേളയ്ക്ക് പോയാൽ എനിക്ക് തിരിച്ചു വരാൻ പറ്റും, പക്ഷെ ആൾക്ക് തിരിച്ച് വീട്ടിൽ പോകാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം അന്ന് കണ്ട ക്രൗഡും അവസാനം പോലീസ് ഡ്രസ്സൊക്കെ ഇട്ട് മൂടി വണ്ടി കയറ്റി കൊണ്ട് നിങ്ങൾക്ക് അറിയുന്ന സീനാണ്. അതുകൊണ്ട് ഞാൻ ഇനി കൂടെ പോയിട്ട് ആൾക്ക് വല്ലതും പറ്റി അടുത്ത കേസിന് ജാമ്യം എടുക്കാൻ ഞാൻ ഇനി അവിടെ പോണ്ടി വരും. അത് ശരിയാണ്. ഈ പെൺകുട്ടിക്ക് ഇനി അങ്ങോട്ട് ഇറങ്ങാൻ പോകാൻ പറ്റുന്ന ഒരു അവസരം 26-ാം തീയതി വരെയല്ലേ പരിപാടിയില്ലേ. അപ്പൊ 9 ദിവസമോ അത്ര 10 ദിവസം അത്ര തൊട്ടേ ഉള്ളൂ. അപ്പൊ അത് കഴിഞ്ഞ പരിപാടി കഴിയും. അപ്പൊ അതിന്റെ ഇടയിൽ ഇപ്പോൾ പോകാൻ ആഗ്രഹമുള്ള ആളുകൾക്കൊക്കെ പോവാം. പക്ഷെ പോണ സമയത്ത് നിങ്ങൾ ഡയപ്പർ കരുതേണ്ടി വരും. കാരണം ടോയ്ലറ്റുകളൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇടാനുള്ള സൗകര്യമില്ല. പിന്നെ ഭക്ഷണം നിങ്ങൾ അവിടെ നിന്ന് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കഥ അതോ ഗതി. അവിടെ നിന്നുള്ള ഭക്ഷണങ്ങളൊക്കെ വാങ്ങി കഴിക്കുന്നത് ഭയങ്കര അൺഹെൽത്തി ഫുഡാണ്. ഒരു അൺഹെൽത്തി പോട്ടെ, വൃത്തിയില്ലാത്ത ഫുഡാണ്. കുറെ വീഡിയോസ് ഇപ്പൊ ഇതിനോടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ചില ആളുകൾ പറയുന്നുണ്ട് നീ എന്തിനാണ് ആ വീഡിയോസ് ഒക്കെ തെരഞ്ഞു പിടിച്ചിട്ട് നല്ല ഇട്ടൂടെ എന്ന്. എടോ, ഒരു സൈഡിൽ നന്മ ഉണ്ടെങ്കിൽ ഒരു സൈഡിൽ ചീത്ത ഉണ്ട്. നന്മ നീ കണ്ടല്ലോ, ചീത്ത എന്റെയിലൂടെങ്കിലും നീ കാണും. അത്രയധികം പ്രശ്നങ്ങൾ ഉണ്ട് അവിടെ. അപ്പൊ മഹാകുംഭമേളക്ക് പോകാൻ നിന്നിരുന്ന ആളാണെന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇനി ഈ ഒരു പെൺകുട്ടി ഈ ഒരു നാട്ടിലേക്ക്, കേരളത്തിലേക്ക് ഉദ്ഘാടനത്തിന് വരുന്നത് ഒരാളുടെ കൂടെ ഇരുന്നു കൊണ്ടാണ്. അയാളുടെ വീഡിയോ ഒന്ന് കാണിച്ചു തരാം. അയാളൊരു പുവരൻ സിനിമയുടെ സംവിധായകനാണേ. आज मोनालिसा जी देखिए पहली बार मेरे साथ हवाई यात्रा कर रही हैं। इंदौर से केरला के लिए एक इवेंट में जा रहे हैं हम लोग। और क्या बताया था आपको हवाई जहाज में बैठने के लिए पहले? ऐसे बोल रहे थे कि हमारे समाज में कि अब बैठोगे तो खून चेक करेंगे। खून चेक करेंगे? हाँ। क्यों? तो मैं बहुत ज्यादा डर गई थी। तो अभी भी डर लग रहा है क्या? अभी तो नहीं लगा, अब नहीं डर है? लेकिन चलेगा तो शायद डर लगेगा मुझे बहुत। क्या कहना चाह रहे हो जो ऑडियंस आपको देख रहा है? को मेरी तरफ से बहुत बहुत धन्यवाद। किस लिए धन्यवाद?
इसलिए धन्यवाद देना होता है। मुझे जो पसंद करते हैं हाँ करेक्ट, थैंक यू। ഓക്കെ, ഇദ്ദേഹത്തിന്റെ പേര് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ആളുടെ പേര് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയാണ്, मोनालिसा की पहली हवाई यात्रा डायरेक्टर സനോജ് മിശ്ര के साथ आज इंडोर से केरला की ഉഡാൻ എന്താ സാധനം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ആളുടെ പേര് ഇതാണ്, മിശ്രയാണ്, സനോജ് മിശ്ര. ആളുടെ സിനിമയിലാണ് അഭിനയിക്കാൻ ചാൻസ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ എനിക്ക് ആ കുട്ടി അൺകംഫർട്ട് ആയിട്ട് ഇരിക്കുന്ന പോലെ തോന്നി. അതിൽ കമന്റുകളുണ്ട്, എന്താണ് പ്ലീസ് ബി കെയർഫുൾ, ക്യാൻ ബിലീവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റുകളും കണ്ടു. അതായത് ആരെ കൂടെ പോകുകയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാളെ വിശ്വസിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ കുറെ കമന്റ് ഉണ്ട്. അത് കണ്ടപ്പോൾ എനിക്കൊരു സംശയം. ഇപ്പോൾ ഈ ഒരു പത്രസമ്മേളനം വിളിച്ചപ്പോഴും അയാൾക്ക് അവിടെ ഒരു സീറ്റ് ബോച്ച ഇട്ട് കൊടുക്കുന്നുണ്ട്. ബോച്ചക്കും കാര്യങ്ങൾ അറിയില്ല എന്നുള്ളതാണ്, ആരെന്തെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. ഓക്കെ, അപ്പോൾ അതിന്റെ പിന്നെ ഒരു ഡൗട്ട്, നിങ്ങളെ ആ ഒരു ഡൗട്ട് എന്തെങ്കിലും കണ്ടെന്നതിൽ കമന്റ് ചെയ്യാം. ഇങ്ങനെയുള്ള ഒരു പെൺകുട്ടി ആയത് 16 വയസ്സോ 17 വയസ്സായിട്ടുള്ളൂ, മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഒന്നും അറിയാത്ത ആളുകളാണ്, വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളാണ്. അതുകൊണ്ട് അവരൊക്കെ പഠിക്കേണ്ട സമയത്തൊക്കെ അവർ കച്ചവടമൊക്കെ ചെയ്ത് ജീവിക്കുകയാണ്. അത്ര അടിപൊളി പുരോഗമനമുള്ള നാട്ടിലുള്ള ആളുകളാണ്. മധ്യപ്രദേശിലാണ് അവരുടെ വീട്. ഗുജറാത്തിലും യു പിയിലൊക്കെ നടന്ന് ഇങ്ങനെ മാലയൊക്കെ വെക്കുന്ന ഇതാണ്. ഇപ്പോൾ നോർത്ത് ഇന്ത്യൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കുറേ ആളുകൾ ബുദ്ധി ഉണ്ടാവും, പക്ഷേ വിദ്യാഭ്യാസം കിട്ടാത്തൊരവസ്ഥ ഉണ്ട് അവിടെയൊക്കെ. നമ്മളൊക്കെ കളിയാക്കുന്ന ആളുകൾ ഒരുപാട് ഉണ്ടല്ലോ, അതുകൊണ്ട് പറഞ്ഞു, വേറെ ഒന്നും പറയുന്നില്ല. ഓക്കെ, അപ്പോൾ വാച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൽ ഹണി റോസിനെ കുറ്റം പറയുന്ന ആളുകളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എല്ലാവരും എല്ലാം കേട്ട് നിൽക്കണം എന്ന് നിർബന്ധമൊന്നും പിടിക്കണ്ട. നല്ല ചെയ്യുന്ന ആളുകൾ ആഭാസത്തരം കാണിക്കുമ്പോൾ അത് ആഭാസത്തരാണെന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള ബോധം നമുക്ക് വേണം. അല്ലാത്ത പക്ഷം നമ്മൾ ആരെങ്കിലുമൊക്കെ പറയുമ്പോൾ അപ്പോൾ മനസ്സിലായിക്കോളൂ. കൂടുതലായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, എന്തായാലും ചാനൽ ഇഷ്ടമുള്ള ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലേഖനം വിളിക്കുക. വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളുമായി ഞാൻ വരുവതിലേക്ക് സന്ദീപ് പാൾ സൈനിങ് ഓഫ്.